ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ മക്കളെ? അൽഹംദുലില്ലാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെന്താ ഇന്നത്തെ സ്പെഷ്യലുകളൊക്കെ ഒന്നും കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. പിന്നെ ലേശം അരിയുടെ ബാക്കി ഉണ്ടായിരുന്നു, ഒന്നാൾ വെച്ച ബാക്കിയാണ് കേട്ടോ. അമ്മ 1.5-2 കിലോ കൊടുന്നിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. ഏകദേശം തൂക്കി നോക്കിയപ്പോൾ ഒരു 3/4 കിലോനൊക്കെ ഉണ്ട്, 1 കിലോ തികച്ചില്ല കേട്ടോ. അപ്പോൾ അതൊന്നാണ് നെയ്ച്ചോറാക്കാന്ന്. ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോസിൽ ഞാൻ പകർത്തിയിരുന്നു കേട്ടോ. പിന്നെന്താ, റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് കാണണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി. ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മക്കളെ ഒന്നാണ് ലൈക്ക് ചെയ്യോണ്ടി. ലൈക്ക് തരാൻ വല്ലാത്ത മടിയുണ്ട് നിങ്ങൾക്ക്. ആ പോണ പോക്കിൽ നിങ്ങൾ കാണുമ്പോൾ വീഡിയോ ഒന്നും തുറന്ന പാടന്നെ ആ ലൈക്കുമ്പോൾ തൊടുകൊണ്ടി കേട്ടോ. അപ്പോൾ ലേശം ഇറച്ചി കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1.5 കിലോ ഇറച്ചി കൊടുന്നിട്ടുണ്ട്. റിതുവിനോട് പറയുന്നത് വെള്ളിയാഴ്ച അല്ലടാ, നേരത്തെ കൊണ്ടുവരുന്ന ഞാൻ നെയ്ച്ചോറും ചിക്കനൊക്കെ വെച്ചേരാന്ന്. അതങ്ങോട്ട് വാരി ഇട്ടപ്പോളേ അതങ്ങോട്ട് നിലത്തേക്ക് ചാടി കേട്ടോ. അപ്പം നെയ്ച്ചോറും ചിക്കനും ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങോട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ടാണ് കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ, കുറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയണില്ല. പിന്നെ ഇന്നത്തെ വലിയൊരു മൂഡൊന്നുമില്ല കേട്ടോ. ഒന്നാമത് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കണം നിങ്ങളോട് അല്ലേ, ഉണ്ടാക്കണൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോഴേ നമുക്ക് രാവിലെ തന്നെ ഒരു മടിയായിരിക്കും കേട്ടോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ എന്താണെന്നോ, രാവിലെ ഈ നെയ്ച്ചോറും കോഴിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് അല്ലേ നേരം വെളുത്ത് തുടങ്ങിയ ആ പണിയാരും. എൻ്റെ അമ്മ അറിയും 4 അരി വെക്കേണ്ട കൊടുത്ത് 40 കുമ്പിടണം പറയും എൻ്റെ അമ്മ. അതേപോലെ 4 അരി വെക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. അതിക്കൊരു ചോറ്, അതിക്കൊരു ചാറ്, അതിക്കൊരു കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഉപ്പേരികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്യാസ് മാറി കേട്ടോ മക്കളെ, കുറ്റി മാറി. ഇതിപ്പോൾ പ്രൈവറ്റ് കൊടുന്നിക്കുക കേട്ടോ, ലേഹം ഉണ്ടാക്കാനില്ല ഒരു കുറ്റി. അപ്പോൾ മറ്റേ കഴിഞ്ഞപ്പോഴേ ഞാൻ മെല്ലെ അതിങ്ങോട്ട് നീക്കി വെച്ചിക്കാണ് കേട്ടോ. അടുപ്പൊന്ന് സെറ്റാക്കണം കേട്ടോ മക്കളെ. കുറേ കാലം ഞാൻ പൂതിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പുറത്തുണ്ട്, അത് ആ ബാത്റൂമിൻ്റെ അടുത്തായിട്ടേ അത് പറ്റൂല. ബാത്റൂമിൻ്റെ അടുത്താവുമ്പോൾ മക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് വേണ്ടമ്മ വേണ്ടമ്മാറ്. അപ്പോൾ ഒക്കെ ഈ ഗ്യാസുമ്മലാവണോണ്ടേ ചെറിയൊരു അടുപ്പ് ഉണ്ടാക്കണം കരുതണം, അല്ലെങ്കിൽ ഒരു അടുപ്പ് വാങ്ങണം എന്ന് കരുതുന്നുണ്ട് കേട്ടോ. നമ്മളെ വലിയ അടുപ്പുണ്ടല്ലോ അല്ലേ ഉണ്ടാക്കണം, അതിൻ്റെ ഒരു കുട്ടി അടുപ്പ് വാങ്ങണം കരുതുന്നുണ്ട്. എന്നാൽ എന്താ നമുക്ക് ആ ഗ്യാസുമ്മൽ വേഗം ശർക്കരയൊക്കെ ഉരുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അയിമലാണ് നമ്മൾ ഉരുക്കുക കേട്ടോ. ഈത്തപ്പഴമൊക്കെ പുഴുങ്ങാണ്ടെങ്കിൽ ആദ്യം അയിമലാണ് പുഴുങ്ങലാണ്. പക്ഷെ അടുപ്പ് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഹരാണ് അല്ലേ. അടുപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അടുപ്പിൽ തിജു കൂട്ടാനും പണ്ടൊക്കെ മടി തന്നെയായിരുന്നു കേട്ടോ. എന്നും അടുപ്പ് തിജു പിടിപ്പിച്ചാലും അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കൊക്കെ മടിയായിരുന്നു അല്ലേ. ഇപ്പം കുറേ കാലത്തിന് ശേഷം ഇതന്നെ പരിപാടിയില്ലേ നമുക്കൊക്കെ. ഗ്യാസുമ്മേ എളുപ്പമുണ്ടല്ലോ, 2 കുക്കറുണ്ട്, അപ്പുറത്ത് ചോറും ഇപ്പുറത്ത് ചാറും വെച്ചാൽ ആയില്ലേ. പിന്നെ എന്താണെന്നോ, ഇവിടെ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൈപ്പങ്ങയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കാക്കു തിന്നും, കൈപ്പങ്ങയും പയറും. ഇതാക്കണിൻ്റെ സുന്ദരിമണിയാൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളി തിരഞ്ഞിട്ട് കിട്ടിയില്ല, 2 ഉള്ളിയുള്ളൂ. അപ്പോൾ ആ 2 ഉള്ളി കൊണ്ട് അങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടിക്കാണ്ടാണ് ഉണ്ടാക്കാമെന്ന് കരുതി. തുള്ളി നമുക്ക് നെയ്ച്ചോറ് വലിയ കുക്കറിലും വെക്കാം, ചെറിയ കുക്കറിൽ നമുക്ക് ഇറച്ചിച്ചാറും വെക്കാം കേട്ടോ. നമ്മളെ ചുമ്മ കേട്ടോ. ഓളോട് അവിടുന്ന് മാറിക്കാൻ പറഞ്ഞാൽ ഓള് കേക്ക് തന്നെയല്ലേ. എന്തുണ്ടാക്കുകയാണെങ്കിലും ഇവലെ പരിപാടി ഇതന്നെയാണ്. അടുക്കളയിൽ വന്ന് സെറ്റായി നിൽക്കും കേട്ടോ. ഞാൻ ഈ കുക്കറൊക്കെ വെക്കുമ്പോൾ ഓലോട് അറിയാം അങ്ങോട്ട് ഒടുക്കിയാലൊക്കെ പൊയ്ക്കോളി അറിയാം. ഒന്നാമത് ക്യാമറ വെക്കുമ്പോൾ അതിലാറെ ബേജാറാച്ച്. ഇതിങ്ങനെ ക്യാമറമക്കും ശ്രദ്ധിക്കണം, അതേപോലെ ഇവരെയും ശ്രദ്ധിക്കണം, നമുക്ക് അടുക്കളയ്ക്കും ശ്രദ്ധിക്കണം. അപ്പോൾ 3-4 കണ്ണ് നമുക്ക് എപ്പോഴും വേണം. പിന്നെ കാക്കൂനൊന്നും എപ്പോഴും കിട്ടൂല. കാക്കു എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയിൽ നിൽക്കുമായിരിക്കും, കൂട് ഉണ്ടാക്കുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയോ ഷെയ്മോൾ അടിച്ചു വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഋതുവിനെ പിന്നെ ഇപ്പോൾ വല്ലാതെ കിട്ടലില്ല കേട്ടോ. ഇപ്പോൾ വലിയ കുട്ടിയൊക്കെ ആയില്ലേ, അപ്പോൾ അങ്ങനെ പന്തളിച്ചാനും ഇതിനൊക്കെ പോവും. കത്തി അതിൻ്റെ ആ കുഞ്ഞിക്കത്തിയാണ് കേട്ടോ, നല്ല മൂർച്ചാണ്. പിന്നെ ഇതേപോലെ നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് അല്ലേ ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്തൊന്ന് പോയി തരണമെന്ന് കരുതണുണ്ടോ. നീ സായി ഇവിടുന്ന് പോന്നിട്ട് കേട്ടോ. പോയാൽ എന്താ മക്കളെ എന്നും വിളിച്ചു കൊണ്ടിരിക്കും. കുട്ടികളെവിടെ അമ്മയുടെ ഇറങ്ങാണ്ട് ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കും. അമ്മമാർക്ക് പറഞ്ഞാലും ഒരു സമാധാനക്കേടാണ് അല്ലേ. പോയി കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കണം. ഉപ്പാൻ്റെ ഓർമ്മകൾ നിറഞ്ഞ വീടല്ലേ. ആയിട്ടെനിക്ക് അങ്ങനെ ഒരു ഇതായിരിക്കും, ഇടങ്ങാറായിരിക്കും. ഉപ്പ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ നിന്നീനിയല്ലേ. ഇപ്പം അല്ല, എന്നാലും ആ വീട് ഇങ്ങനെ അനാഥമായി കിടക്കുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സങ്കടം കേട്ടോ. പിന്നെ അതൊരു വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പറയും ഞാൻ ഏട്ടത്തിനോട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് നന്നാക്കുകയൊക്കെ വേണം. അപ്പം അതിനുള്ള ബുദ്ധിമുട്ടുകൾക്കില്ലോണ്ട് വാടകയ്ക്കും കൊടുക്കില്ല. ഇത് നമ്മളെ ഉപ്പും കുപ്പി നമ്മളെ ഷെയ്മോള് പൊട്ടിച്ചാൽ കേട്ടോ മക്കളെ. പുതിയത് വാങ്ങി 129 ഉറുപ്പ്യ അതിന് കേട്ടോ. ബഡ്ജറ്റിൽ നിന്ന് വാങ്ങിയാണ്, മഞ്ചേരി പുതിയ ബഡ്ജറ്റിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. അപ്പം ഞാൻ ഓളോട് എപ്പോഴും പറയിച്ച വാടക കൊടുത്തള, എനിക്ക് ഗുളികക്കും മരുന്നിനും
ഒരു പൈസ ഇന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഓളോടെ. പക്ഷെ അത് ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണം, അതൊക്കെ പൊളിഞ്ഞടിയിക്കണം മക്കളെ. അന്ന് ഞാൻ വീഡിയോസിൽ കാണിച്ചില്ലേ. ഇപ്പം എന്നാലും തൽക്കാലം ഓൾക്ക് പോയി നിൽക്കാനുള്ളൊരു ഒരു ഇടാക്കിക്കാണ്ട് മാറ്റിയിരിക്കണം കേട്ടോ. താത്താത്ത എപ്പോഴെങ്കിലുമൊക്കെ ഇത്താത്ത വരുമ്പോഴേ 2 ദിവസമൊക്കെ നിൽക്കാൻ, 2 ദിവസം എൻ്റെ അടുത്ത് നിന്നാലും കുറച്ച് ദിവസം അവിടെ പോയി കഴിഞ്ഞാൽ ഉമ്മാക്കും ഉമ്മും ഓൾക്കൊക്കെ ഭയങ്കര പൊറുതിയാടാണ് കേട്ടോ. അപ്പോൾ അവിടെ കാടും ഇതൊക്കെ ഉണ്ടായിനി, അതൊക്കെ ഓളെ മോന് ശരിയാക്കി ആകമൊക്കെ ഒന്നാണ് അടിച്ചോരി. ഇപ്പോൾ പണ്ടത്തെ മാതിരി എനിക്ക് അങ്ങോട്ട് മണ്ടാൻ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. പണ്ടൊക്കെ ഞാൻ തന്നെ മണ്ടീനില്ലേ, അന്നൊക്കെ വീഡിയോസും കാര്യമൊക്കെ ഇട്ടീനി. ഇപ്പോൾ വെയ്ജാത്ത ഒന്നാമതാണ് കൈകൊണ്ടും വെയ്യ. പിന്നെ എനിക്ക് ഈ ലേഹ ഉണ്ടാക്കലും തിരക്കും ഒക്കെ. പൈസ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ സാധനം പെട്ടെന്ന് വിട്ടുതരാൻ ഞാൻ ഇച്ചും ബേജാറാണ്, നിങ്ങൾക്കും ബേജാറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് ഒരു ഒഴിവും കിട്ടൂല. മമ്മ 2 ദിവസമായി വരി അറിയണം കേട്ടോ. അപ്പം ഇന്ന് പോയി വരണമെന്നുണ്ട്. മമ്മാൻ്റെ ഫർദയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം. മറ്റന്നാൾ ഞാൻ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് ഇമ്മാൻ്റെ കൂടെ പോകണം കേട്ടോ, കണ്ണോപ്പറേഷൻ. അപ്പം എല്ലാവരും ദുആ ചെയ്യോണ്ട് ഇമ്മാക്കൊക്കെ വേണ്ടി കണ്ട് കേട്ടോ. നിങ്ങൾക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യലുണ്ട്, ഉമ്മച്ചിനോട് പറയലും ഉണ്ട് കേട്ടോ. നമ്മളെ സ്നേഹിക്കണ ഒരുപാട് മുത്തുമണികളുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്തും താങ്ങി പിടിച്ച് നിന്നതിന് ഒരുപാട് കരങ്ങളുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾ. അപ്പോൾ ഓൽക്കൊക്കെ വേണ്ടി എപ്പോഴും ദുആ ചെയ്യാൻ അമ്മാനോട് എപ്പോഴും പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. നിസ്കാരമൊക്കെ നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കി ഒന്നും കൊടുത്ത് കണ്ട് ഉമ്മാനെ കസാലി കൊടുന്ന് ഇരുത്തണമൊക്കെ ഞാൻ വീഡിയോസ് ഇടലില്ലേ. അപ്പം ഞാൻ ഉമ്മാനോട് ചെവിയിൽ പറഞ്ഞു കൊടുക്കലുണ്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകൊണ്ടേന്ന്. എൻ്റെ ഉമ്മാൻ്റെ ദുആലും നിങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ, ഇറച്ചിയൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കട്ടെ. പിന്നെ അത് നമ്മൾ ഏലക്കായ് തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇന്ന് കുറേ കറാമ്പൂവും ഇതൊക്കെ കൊടുന്നിരുന്നു. അപ്പോൾ ഏലക്കായ് വല്ലാതെ അങ്ങോട്ട് കിട്ടലില്ല. ഒന്നാമത് എന്താണെന്നോ, അത് നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. നമുക്കൊക്കെ അറിയാലേ 2 3 ഒക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ മിക്സിയൊന്നുമില്ല. മിക്സിയൊക്കെ ശതാവരിയും ബീറ്റ്റൂട്ടൊക്കെ അടിച്ച് പിഴിഞ്ഞെടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മിക്സി സൂപ്പറല്ലേ. അപ്പോൾ ഇതിൽ ആ ഉറയിലിട്ട് കാണ്ട് കുത്തി ചതച്ചിങ്ങോട്ട് എടുക്കട്ടെ. പിന്നെ നമ്മളെ ഈ കുത്തിയന്ത്രം എല്ലാം ഉണ്ട്, ഒരു സമാധാനമാണ്. മിക്സി ഓല് കൊണ്ടുപോയിക്കണിഞ്ഞ് മറ്റേ മിക്സിയൊന്നും പറ്റൂല. അതൊക്കെ എന്താ പറയുക, കുറച്ച് നേരം കഴിഞ്ഞാൽ ആവി വരും. നമ്മളെ മിക്സി സൂപ്പറാണ്, സുജാതൻ്റെ മിക്സി കേട്ടോ. കുറേ കാലം അതിൻ്റെ കയ്യിൽ കേട്ടോ. അത് നമ്മൾ കൊണ്ടെടുക്കണോടത്താണ്. പിന്നെ അതിന് ഭയങ്കര പവറുമാണ്, നിങ്ങൾക്ക് അറിയണല്ലേ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമ്പോൾ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ശതാവരി ഇതൊക്കെ ഒരുപാട് ഉണ്ടാവും, തേങ്ങാപ്പാൽ. അപ്പോൾ അതൊക്കെ പിഴിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല മിക്സി തന്നെ വേണം, ഒരുപാട് നേരമൊക്കെ വർക്ക് ചെയ്യിച്ചണമെങ്കിൽ. അപ്പോൾ ഓല് കൊണ്ടുപോല കേട്ടോ. അവിടെ വെച്ച് ഒക്കെ പിഴിഞ്ഞ് റെഡിയാക്കി കൊടുന്നു തരും കേട്ടോ. എല്ലാം റെഡിയാക്കി കൊടുന്ന് സെറ്റപ്പാക്കി തരും. എന്നാൽ പിന്നെ നമുക്ക് സമാധാനം. നട്സ് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പൊടിച്ചെടുക്കും കേട്ടോ. അപ്പം നട്സ് കൊടുന്ന് വെച്ചിട്ടുണ്ട് കാക്കു. അപ്പോൾ അതിന് ലേസം എടുക്കട്ടെ കേട്ടോ. ലേസം പറഞ്ഞാൽ ഇതിലേക്ക് എടുക്കാനും വേണ്ടി കണ്ടട്ടോ, നമ്മളെ നെയ്ച്ചോറ്റക്ക് എടുക്കാനും വേണ്ടി അണ്ടിപ്പരിപ്പാണ് തരീണ് കേട്ടോ. അപ്പോൾ അത് കാക്കും ഞാൻ ഈ കുട്ടികൾ എടുക്കും കരുതിക്കാണ്ടി അത് നന്നായിട്ട് സെറ്റപ്പാക്കി വെക്കലാണ് കേട്ടോ. അതൊന്ന് മെല്ലെ പൊട്ടിച്ചോക്കട്ടെ ഇത് കരുതിക്കാണ്ട് ഒരു 4 മണി എടുക്കട്ടെ. അതൊക്കെ അണ്ടിപ്പരിപ്പുകളാണ് അതിൻ്റെ അടിയിൽ ഭാഗങ്ങളിലൊക്കെ കേട്ടോ. അത് നന്നായിട്ട് പൊടിച്ചിടലാണ്. അപ്പം അതിന് 4 മണി എടുത്തുകാണ്ട് നമുക്ക് നെയ്ച്ചോറൊക്കെ ഒരു തുള്ളി അതിന് എടുക്കട്ടെ എഴുതിയിട്ട്. ഇപ്പോൾ കാക്കൂന് അതൊന്നും പറ്റൂല കേട്ടോ. കാക്കു അതൊക്കെ പൊട്ടിച്ചാൽ ചീത്താറ്, അതാ നേരത്തെ പൊട്ടിച്ചാൽ മതിയാറ്. പക്ഷേ ഇങ്ങനെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു 4 മണി ഇടാഞ്ഞാൽ രസമല്ലേ. നമ്മളോടുള്ള സാധനം നമ്മളില്ല പോലെ അങ്ങോട്ട് ചെയ്യുക. നിങ്ങളെപ്പോഴും പറഞ്ഞ് ദാരിദ്ര്യം കാട്ടരുത് കേട്ടോ റിഷ എന്ന് പറയുങ്ങളില്ലേ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടുകാണ്ട് തന്നെ നല്ല അടിപൊളിയാണ് നെയ്ച്ചോറ് വെക്കാമെന്ന് കരുതി കേട്ടോ. അഞ്ഞ് മെല്ലെ അതങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇറക്കിയാക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മളെ ഷെയ്മോളെ അതിന്ന് എടുക്കുകയാണ് കേട്ടോ, വാരി എടുക്കുകയാണ്. ഓൾക്ക് കണ്ടാൽ അങ്ങനെയാണ്. അപ്പോൾ അത് പൊട്ടിച്ചലില്ല, ആ നേരത്തെ ഞാൻ പൊട്ടിച്ചോളൂ. ഇന്നിപ്പോൾ നെയ്ച്ചോർക്ക് 2 മണി എടുക്കാനും വേണ്ടി കണ്ടാണ് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ച് വെച്ചാൽ എന്താണെന്നോ ഓലോന്നുള്ളി പറിച്ച് കൊണ്ടുപോകും കരുതിയിട്ടാണ്. ക്യാമറയൊക്കെ പിടിച്ചത് ഷെയ്മോളാണ് കേട്ടോ. അതുകൊണ്ടാണ് കൈജ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് അണ്ടിപ്പരിപ്പ് കണ്ടപ്പോൾ വന്നത് കേട്ടോ. കുട്ടികളെല്ലോർക്ക് കാണുമ്പോൾ തീർപ്പതിയാരം അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇങ്ങനെ നെയ്ച്ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 മണി അങ്ങോട്ട് ഇട്ടുകാണ്ടൊക്കെ സൂപ്പറാക്കാം. നമ്മളോട് എന്താ സാധനമില്ലേ ഒക്കെ ഇട്ടുകാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാമായിരുന്നു. അതേതായാലും ഇപ്പം ഇനിയിപ്പോൾ നമ്മളെ പെരയിലുണ്ടാകുമ്പോൾ പുറത്തുനിന്ന് പോയി വാങ്ങിക്കൊണ്ടിരണ്ടല്ലോ. അവിടെ ഉണ്ടാകുമ്പോൾ അതിന് 2 മണി എടുത്തുകാണ്ട് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. പിന്നെന്താണോ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഓല ആരെങ്കിലും മക്കൾ പിന്നെയും പോയി എടുക്കും കരുതി പേടിച്ചിട്ട്. അപ്പോൾ കാക്കു കാണാതെ കാട്ടണ പരിപാടികളാണ് കേട്ടോ അതൊക്കെ. നമ്മൾ ആദ്യം മുതൽക്കേ കാണുന്ന മുത്തുമണികളുണ്ട് അല്ലേ. എൻ്റെ വീഡിയോസ് എങ്ങനെയായിരിക്കും എന്ന് ഓൽക്കൊക്കെ അറിയാം.
നമ്മളെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ട് വളർന്നു വന്നതാണ്. നമ്മളെ കുടുംബം ഫാമിലി ആയാലൊക്കെ നിങ്ങൾക്ക് അറിയാം, അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഈ ഒരു നില വരെ എത്തിയില്ലേ. അപ്പോൾ അന്നേ നമ്മളെ മക്കൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു മീൻ കാണുകയാണെങ്കിലും ഇറച്ചി കാണുകയാണെങ്കിലും എനിക്കും അങ്ങനെ കേട്ടോ, ഭയങ്കര തൃപ്പതിയായി എന്ത് കാണുകയാണെങ്കിലും നമുക്ക് ഒരു സന്തോഷമാണ് മനസ്സിൽ കേട്ടോ. നമുക്ക് കിട്ടാത്തതൊക്കെ നമുക്ക് പിന്നെ നമ്മളിങ്ങനെ നേടിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എന്നാലും ആരോ കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ, ഞാൻ പിന്നെ അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു. അതിൻ്റെ പുറകെ അങ്ങനെ പോകലില്ല കേട്ടോ. മീനായാലും ഇറച്ചിയായാലും ഒക്കെ കൊണ്ടുവരുമ്പോൾ അതൊരു സന്തോഷമാണ്, അല്ലാതെ ഒന്നുമല്ല, കിട്ടായിട്ടൊന്നല്ല ഇപ്പോൾ കേട്ടോ. ഇപ്പം അൽഹംദുലില്ലാ റാത്തായി പോണതാണ്. അപ്പോൾ ഒരു സന്തോഷമാണ് മക്കൾക്ക്, അത് പ്രകടിപ്പിക്കുക എന്നുള്ളൂ. അത് വീഡിയോയിൽ അതുപോലെ നമ്മൾ പച്ചയായ ജീവിതം പച്ചയായാണ് പകർത്തുക എന്നുള്ളൂ. എഡിറ്റ് ചെയ്ത് കണ്ടും പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇപ്പോൾ നമ്മൾ പകർത്തേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. പിന്നെ അത് സന്തോഷമാണ് കേട്ടോ. തലയായാലും മീനിൻ്റെ തലയായാലും കിട്ടുമ്പോഴേ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനാരോ നല്ലൊരു കമൻറ്റ് ഇട്ടുണ്ട്. പിന്നെ അതിൻ്റെ വലുത്താലെ പോകാമെന്നതാട്ടോ. പിന്നെന്താ, അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കണ്ട് അങ്ങോട്ട് ഇടട്ടെ കേട്ടോ. ഞാൻ ഇപ്പോഴും മക്കളെ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഇങ്ങോട്ട് നന്നാവൂല, അതിൻ്റെ അളവ് ഇങ്ങോട്ട് കറക്റ്റ് ആവൂല. ഒന്നാമത് എന്താണെന്നോ, അതിക്ക് വെള്ളം പറഞ്ഞാൽ ചിലപ്പോൾ ഏറും, ചിലപ്പോൾ പിളിപ്പിളിയാവും. പിളിപ്പിളി പറഞ്ഞാൽ അതിങ്ങോട്ട് വേറും കേട്ടോ. എത്ര ആയാലും അങ്ങനെ തന്നെ നെയ്ച്ചോറ് വെക്കുമ്പോൾ. ബിരിയാണി ആകുമ്പോൾ പിന്നെ നമ്മൾ തിളപ്പിച്ച് ഊറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഞാൻ ആ ഒരു അരിൻ്റെ മേലേക്ക്, എല്ലാവരും പറയാം ആ അരി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് വെള്ളം എടുത്താൽ മതി അപ്പോൾ ഉഷാറാവും പറയും. പണ്ടൊക്കെ നമ്മൾ പച്ചരി കൊണ്ടൊക്കെ വെച്ചിരുന്നു അല്ലേ, അന്നൊക്കെ ഉഷാറായിരുന്നു കേട്ടോ. പച്ചരിക്ക് ഇച്ചിരി വേവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ കുറച്ച് വേവ് കൂടുതലില്ല അരിയാ തോന്നുന്നു. എന്തായാലും തിന്നപ്പോൾ പാളിപ്പോയിട്ടുണ്ട് കേട്ടോ, വേവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു മെഷർമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അളവ്, അത് എനിക്ക് നേരിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ പിന്നെ ചെമ്പട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാം കേട്ടോ. ചെമ്പട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിക്ക് നമ്മൾ ഉണ്ടാക്കും. ഈ കുക്കർ വെക്കുമ്പോഴാണ് ചിലപ്പോൾ പാളി പോവുക കേട്ടോ. പിന്നെ എളുപ്പപ്പണി. ഇനിയിപ്പോൾ ചെമ്പട്ടിയും കൈക്കോട്ടും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴത്തേനും കുറേ നേരം പോകും. ഇനിയിപ്പോൾ തിരുമ്പി കുളിച്ച് കണ്ട് കുറച്ച് പണികളും കൂടി ഉണ്ട്. കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്തൊന്ന് പോകണം. പിന്നെ മടങ്ങി വന്നിട്ട് നട്സുകളൊക്കെ പൊടിച്ചണം. അപ്പോൾ തന്നെ അതൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ ഒന്ന് നേരം വെളുക്കോളം ഉറക്കും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനത്തെ ഓരോ പരിപാടികളായിരിക്കും. സാധനങ്ങളൊക്കെ ഞാനും കാക്കും തന്നെ പോയി എടുക്കല്, എല്ലാ സാധനങ്ങളും കേട്ടോ. എല്ലാ സാധനങ്ങളും നമ്മൾ നട്സുകൾ, അതേപോലെ അയക്കിടുന്ന ധാന്യക്കൂട്ടുകൾ, അതേപോലെ അയക്ക് നമ്മളെ മരുന്നുകൾ, വൈദ്യരെ പീടിക്കൊക്കെ ഞാൻ തന്നെ പോലെ കേട്ടോ. ഞാനും കാക്കും പോകും കേട്ടോ. പിന്നെ ആ കുറ്റിയുടെ കൊടുന്ന് വെച്ചിട്ടേ ആ കുണ്ടുക്ക് ഇറങ്ങണില്ല മക്കളെ, അവിടെ വൃത്തിയായിട്ടായി ഇങ്ങനെ കിടക്കുക. വലിയ കുറ്റിയായിട്ട് ആര് അമ്മക്ക് ലേഹത്തുക്കും ഇതിക്കൊക്കെ വേണ്ടേ. അപ്പോൾ എന്താ, മിക്സി ഇല്ലായിട്ട് അതിലിട്ട് കണ്ട് കെകി എന്നാക്കിയാണ്ട് തൊലിയൊക്കെ വെളുപ്പിച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇങ്ങോട്ട് ചതച്ചെടുക്കട്ടെ കേട്ടോ. വീഡിയോസ് കുറച്ചും കൂടി എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ തന്നെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി കേട്ടോ. ചാർജൊക്കെ കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കറണ്ട് പോകും, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കൂലേ. നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോ? ഇവിടെ അങ്ങനെ 1-2 മഴയൊക്കെ പെയ്തിട്ടോ. എന്നാലും ഭയങ്കര ചൂടാട്ടോ. ഇവിടെ ഓവറായിട്ട് ചൂടാണ്. പിന്നെന്താ, ലേഹമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കൊണ്ടിട്ടോ. പുറത്ത് വെക്കുമ്പോഴേ ഭയങ്കര ചൂടായതുകൊണ്ട് പൂപ്പൽ ബാധയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കൊണ്ടിട്ടോ. നമ്മളെ ലേഹം തിന്നണ നമ്മളെ മുത്തുമണികളാണ്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു കൊടുക്കലുണ്ട്, കംപ്ലൈൻ്റ് ആവും, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കൊണ്ടിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെന്താ, ഇതൊക്കെ ഇതാക്കണ്. ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതക്കട്ടെ. പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ലേഹത്തിന് വേണ്ടവര് അങ്ങോട്ട് വാട്സപ്പ് ചെയ്ത് വെച്ചോളി. പിന്നെ ഇന്നുണ്ടാക്കണ ലേഹത്തിൻ്റെ ഷോർട്സ് ഞാൻ ഇടും കേട്ടോ. മാക്സിമം ലൈക്ക് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ. നിങ്ങൾ ഓരോ ലൈക്കുമാണ് നമുക്ക് ഓരോ പ്രചോദനം കിട്ടണത്. ഷെയർ ചെയ്യണമൊക്കെ കേട്ടോ. നിങ്ങളെ ലൈക്ക് കിട്ടുമ്പോഴാണ് നമ്മളെ വീഡിയോസ് കയറിപ്പോളൂ. വീഡിയോസ് അല്ല നമ്മളെ ഷോർട്സ്. ഇനിയിപ്പോൾ നമ്മൾ ലേഹം ഉണ്ടാക്കണ ഒരു ഷോർട്സ് ഇടും. കുറേ മുന്നേ ഉണ്ടാക്കിയതാണ് അല്ലേ നമ്മൾ ആ ഷോർട്സ്. ലേഹം ഉണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇനി ഒന്നും കൂടി ഇട്ടുതരാം കേട്ടോ. കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഒന്നും കൂടി ഇട്ടുതരുമെന്ന്. പിന്നെ എന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇനി ഇറച്ചിക്കറി ഉണ്ടാക്കി ചോറ് തിന്നട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും.